എല്ലാവർക്കും സൈലത്തിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ മലയാളത്തെക്കുറിച്ച് പറയാനാണ് ടീച്ചർ വന്നത്. ഈ ഒരു വർഷം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മലയാളം അടിസ്ഥാന പാഠാവലിയിൽ മലയാളം സെക്കൻഡിലാണ് നമുക്ക് പഠിക്കാനുള്ളത്? എളുപ്പമാണോ? ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞ വർഷം മാറിയതാണ്. പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്? ഫുൾ മാർക്ക് കിട്ടുമോ? അല്ലെ, പാസ് ആകുമോ? അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്കുണ്ടാവും. പിന്നെ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ച കാര്യം ഉണ്ടാവും, 9ാം ക്ലാസ് ആണ് അല്ലേ, അതിൻ്റെ അടുത്ത വർഷം നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് പോവാണ്, 10ാം ക്ലാസ്സിനേക്കാൾ കൂടുതൽ പഠിക്കാനുണ്ടാവും 9ാം ക്ലാസ്സിലാണ്. ശരിയാണ് അതൊക്കെ അല്ലേ, കുറച്ചധികം നമുക്ക് പഠിക്കാനുണ്ട്. നല്ല ശ്രദ്ധയോടുകൂടി 9ാം ക്ലാസ് നമുക്ക് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്താണ് 10ാം ക്ലാസ്സിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യും. ഇപ്പോൾ മലയാളത്തെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ എഴുത്ത് മാതൃകകളും ചോദ്യരീതികളൊക്കെ നമ്മൾ പഠിച്ച് ടൈം മാനേജ് ചെയ്യാനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ് നമുക്കൊരു വിധം 10ാം ക്ലാസ്സിൽ എന്താണ് നല്ല മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെയൊന്നും അല്ലേ ഫുൾ പാസ് ഒന്നും അല്ല. നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ച് പാസ് മാർക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും അവസാന നിമിഷം നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല അല്ലേ. നമ്മൾ തുടക്കം മുതൽ എന്ത് ചെയ്യണം, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അടിപൊളിയായിട്ട് അല്ലേ നമ്മൾ പഠിച്ചു തുടങ്ങണം. നമുക്ക് ഇനിയുള്ളൊരു കുറച്ച് മാസക്കാലങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് അല്ലേ. 9ാം ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ പുതിയ ചോദ്യങ്ങൾ പരിചയപ്പെടുന്നു അല്ലേ, പുതിയ പാഠഭാഗങ്ങൾ പരിചയപ്പെടുന്നു. അതിന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണമെന്ന് നമ്മൾ പഠിക്കുന്നു അല്ലേ, എന്നിട്ട് നമ്മൾ അവസാനം ഒരു പരീക്ഷ എഴുതണോ. അപ്പോൾ ഇതൊക്കെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ മലയാളത്തെ സംബന്ധിച്ച് നമ്മളുടെ ഈ ഒരു ട്രെയിനിങ് അല്ലേ നമ്മൾ ഇത് അങ്ങനെ കാണുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം മലയാളം അല്ലേ എന്ന കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും മലയാളമല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മളധികം പ്രാധാന്യമൊന്നും കൊടുക്കൂല. അങ്ങനെ A+ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളെ നിങ്ങൾക്കിപ്പോൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുന്ന അത്ര പ്രാധാന്യമൊന്നും മലയാളത്തിന് കൊടുക്കൂല. അത്ര പ്രാധാന്യമൊന്നും കൊടുക്കണ്ട. പക്ഷേ വേണ്ടത്ര പ്രാധാന്യം നമ്മൾ കൊടുത്തില്ലെങ്കിൽ എന്തു സംഭവിക്കൂടാ? ഒന്നല്ല 2 A+ ആണ്. മലയാളം ഫസ്റ്റും സെക്കൻഡും കൂടെ 2 A+ ആണ് നമുക്ക് ഒറ്റയടിക്ക് പോയി കിട്ടുക അല്ലേ. അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് മീഡിയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് അല്ലേ പൊതുവെ ഒരു 90% കുട്ടികളും പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാധ്യമം ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ എന്താണ് എഴുതാനും സ്പീഡിൽ എഴുതാനും, കാരണം ആകെ നമ്മൾ മലയാളം എഴുതും വായിക്കുകയൊക്കെ ചെയ്യുന്ന ഇവിടെ മാത്രമാണ്, മലയാളം ക്ലാസ്സുകളിൽ മാത്രമായിരിക്കും. അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ മലയാളത്തിന് വരാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ പരിഹരിക്കണം. കാരണം അടുത്ത വർഷം നമുക്കിത് A+ വാങ്ങണ്ടേ അല്ലേ. SSLC എക്സാമാണ് വരുന്നത് അല്ലേ അടുത്ത വർഷം. അപ്പോൾ അപ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണം, 9ാം ക്ലാസ്സിൽ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് സൂപ്പറായിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ ടീച്ചറിന്ന് വന്നത് എന്തൊക്കെയാണ് നമ്മളുടെ സിലബസിൻ്റെ ഭാഗം അല്ലെ, എന്തൊക്കെയാണ് നമുക്ക് അടിസ്ഥാന പാഠാവലിയിൽ നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത് എന്നൊക്കെ മക്കളെ ഒന്ന് പരിചയപ്പെടുത്താനും ഒന്ന് ഓർമ്മപ്പെടുത്താനും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ നമുക്ക് 3 യൂണിറ്റുകളാണ് ഉള്ളത്. എത്രയാണ്? 3 യൂണിറ്റുകളിലായിട്ട് 9 പാഠഭാഗങ്ങളാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. എത്രയാണ്? 3 യൂണിറ്റ് പ്ലസ് 9 പാഠം. അപ്പോൾ ഈ യൂണിറ്റ് വെറുതെ തന്നാണോ? അല്ല, യൂണിറ്റുകളിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കും. അത് ചിലപ്പോൾ കഥയാവാം, കവിതയാവാം, അത് എഴുതിയിട്ടുള്ള ഓതേഴ്സിനെ കുറിച്ച് പഠിക്കണം അല്ലേ. അപ്പോൾ ആകെ മൊത്തം ഇത്രയും കാര്യങ്ങൾ എന്താണ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താം എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്നൊന്ന് പരിചയപ്പെടുത്താം. നമുക്കിങ്ങനെയാണ് നമ്മളുടെ 3 യൂണിറ്റ്. ആദ്യത്തെ യൂണിറ്റ് എന്താണ്? നടക്കും തോറും തെളിയും വഴികൾ. എന്താണ്? നടക്കും തോറും തെളിയും വഴികൾ. ഈ യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളാണ് നമുക്കുള്ളത്. ഈ യൂണിറ്റ് എന്തിനെ സംബന്ധിച്ചെന്നറിയാമോ? യാത്രകളെ സംബന്ധിച്ച്. യാത്രകൾ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടോ? അപ്പോൾ യാത്രയെ സംബന്ധിച്ചുള്ളൊരു യാത്രാ വിവരണമാണ് SK പൊറ്റക്കാടിൻ്റെ യാത്ര വിവരണമാണ് നമ്മുടെ ആദ്യത്തെ പാഠഭാഗം. ഏതാണ്? ശാന്തിനികേതനം കേട്ടോ. അപ്പോൾ ശാന്തിനികേതനത്തിലേക്ക് ടാഗോർ സ്ഥാപിച്ച അല്ലെ ലോകപ്രസിദ്ധമായിട്ടുള്ള അല്ലെ കലാലയത്തിലേക്ക് എന്ത് ചെയ്യാണ് SK പൊറ്റക്കാട് നടത്തുന്ന യാത്രയാണ് ശാന്തിനികേതനം. രണ്ടാമത്തെ പാഠഭാഗം എന്താണെന്നറിയാമോ? അതൊരു കവിതയാണ്. എന്തിനെക്കുറിച്ചുള്ള കവിതയെന്നറിയാമോ? ഒരു അപ്പൂപ്പൻ താടി നടത്തുന്ന യാത്രയെക്കുറിച്ചുള്ള കവിതയാണ്. മൂന്നാമത്തതും ഒരു യാത്രയാണ്. ഏതാണ് യാത്ര? നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും അതേത് യാത്രയാന്നുള്ളത്. നജീബിനെ പരിചയമുണ്ടോ? നിങ്ങൾക്ക് ഏത് നജീബിനെ പരിചയമുള്ളത്? ആടുജീവിതം അല്ലേ, പൃഥ്വിരാജിനെയൊക്കെ നമ്മൾ കണ്ടില്ലേ നജീബായിട്ട്. ഈ നജീബിന്റെ റിയൽ ജീവിതമായിരുന്നു സിനിമയായത് അല്ലേ. ഈ സിനിമയായത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആടുജീവിതം എന്ന് പറയുന്ന നോവലിന്റെ അടിസ്ഥാനത്തിലാണ്. ആ നോവലിലുള്ള നജീബ് നടത്തുന്ന യാത്രയാണ് അല്ലെ, മണൽക്കൂനകൾക്കിടയിലൂടെ നടത്തുന്ന യാത്രയാണ് നമ്മളുടെ 3ാമത്തെ പാഠഭാഗം. ഓക്കെ, ഇനി നമുക്ക് 2ാമത്തെ യൂണിറ്റാണ്. പദം പദം ഉറച്ചു നാം എന്നാണ് നമ്മുടെ 2ാമത്തെ യൂണിറ്റിന്റെ പേര്. 2ാമത്തെ യൂണിറ്റിലും 3 പാഠഭാഗങ്ങളുണ്ട്. വംശം എന്ന് പറയുന്ന ഒരു കവിതയാണ് വിജയലക്ഷ്മി ടീച്ചറുടെ മനോഹരമായിട്ടുള്ള ഉറുമ്പുകളെ കുറിച്ച് പറയുന്ന അല്ലെ. ഉറുമ്പുകൾ അല്ലെ അത്ര നിസ്സാരക്കാരല്ല അല്ലെ. ഉറുമ്പുകളുടെ കഥയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കവിതയായിട്ട്. ഏതാണ്? വംശം എന്ന് പറയുന്ന കവിതയാണ്. 2ാമത്തത് ദയ. ദയ എന്ന് പറയുന്നത് എന്താ അറിയോ?
അതൊരു തിരക്കഥയാണ്. സിനിമ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടോ? അപ്പോൾ തിരക്കഥയെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ. ഇനി മൂന്നാമത്തെ പാഠം എന്താണ്? തഥാഗത എന്ന് പറയുന്നത് എന്താണ്? അഷിത എഴുതിയിരിക്കുന്ന ഒരു കഥയാണ് കേട്ടോ. ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അമ്മമ്മയുടെ കഥയാണ് തഥാഗത എന്ന് പറയുന്ന പാഠഭാഗം. ഇനി മൂന്നാമത്തെ എന്താണ്? ആരോഗ്യത്തിന്റെ രസക്കൂട്ടുകൾ എന്ന് പറയുന്ന മൂന്നാമത്തെ യൂണിറ്റിൽ അല്പമല്ല ഭുജിക്കുന്നു, അല്ലെ അല്പമൊന്നുമല്ല തിന്നുന്നേ എന്ന് പറയുന്ന ഒരു തുള്ളൽ കൃതിയാണ്. തുള്ളൽ കൃതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ആരാണ്? കുഞ്ചൻ നമ്പ്യാർ എഴുതിയ കൃതിയാണ്. പിന്നെ കിട്ടുമാവൻ എന്ന് പറയുന്ന തകഴിയുടെ ഒരു കഥ, ചെറുകഥ, വീണ്ടും ഒരു കഥ നമുക്ക് പഠിക്കാനുണ്ട്. എത്ര ഭക്ഷണം കഴിച്ചാലും മതിയാവാത്ത കിട്ടുമാവനാണ് കേട്ടോ. നല്ല രസമുള്ളൊരു കഥയാണ്. പിന്നെ ഭക്ഷണവും ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ കാലത്തെ മാറുന്ന ഭക്ഷണ രീതികളെ കുറിച്ചുള്ള ഒരു ലേഖനമാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പാഠഭാഗങ്ങളാണ്. പക്ഷെ ചോദ്യങ്ങളൊക്കെ എന്താണ്? എങ്ങനെ വരും, അല്ലേ, ഏത് രീതിയിലാണ് വരിക, ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യണം? പാഠഭാഗം, അല്ലെ, നമുക്ക് ഈ പറയുന്ന 40 മാർക്കാണ് നമുക്ക് മലയാളത്തിൽ, അല്ലേ, നമുക്ക് കിട്ടുക. അപ്പോൾ ഈ 40 മാർക്കും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും പാഠഭാഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ടാവണം. മനസ്സിലായോ? ഇത് കഥയാണോ, കവിതയാണോ, ആരാണ് എഴുതിയത്, ഇനി കഥയാണെങ്കിൽ പ്രധാനപ്പെട്ട കഥാപാത്രം ആരാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക പാഠഭാഗത്തെക്കുറിച്ചുള്ള അല്ലെ ആശയം നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം. അതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പാഠഭാഗങ്ങൾ പഠിക്കണം, അല്ലേ. രണ്ടാമത്തെ കാര്യം എന്താണ്? പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരും. ആസ്വാദനക്കുറിപ്പ് ചോദിക്കും, മുഖപ്രസംഗം ചോദിക്കും, പല പല ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ എന്താണ്? അതിൻ്റെ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന മാതിരിയല്ല നമ്മൾ മുഖപ്രസംഗം എഴുതുക, അല്ലേ. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഘടനകൾ, ചോദ്യ രീതികളൊക്കെ എന്താണ്? നമ്മൾ പഠിച്ചിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണ്? ടൈം മാനേജ്മെൻ്റ് ആണ്. മലയാളം എഴുതാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം മലയാളത്തെ സംബന്ധിച്ച് നിങ്ങൾ എപ്പോഴും പറയുന്ന പരാതി എന്താണ്? സമയമില്ല. 40 മാർക്ക് 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ എഴുതി തീരണം എന്നുള്ളത് വലിയ ടാസ്ക് തന്നെയാണ്, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, അല്ലേ. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ എഴുതി വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 6 മാർക്കിൻ്റെ എസ്സേ, 4 മാർക്കിൻ്റെ എസ്സേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? ടൈം മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കന്നെ വേണം, അല്ലേ. അപ്പോൾ അതൊക്കെ ഈ ഒരു വർഷം എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച് സൂപ്പറായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സെറ്റായിരിക്കണം, അല്ലേ. അപ്പോൾ സൈലം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ടീച്ചർ ഓൾറെഡി പറഞ്ഞു, അല്ലേ. നമ്മളെന്താണ് നമ്മുടെ നിഞ്ച ബാച്ചിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പാഠമൊക്കെ തുടങ്ങി, രണ്ടാമത്തെ പാഠമൊക്കെ നമ്മൾ കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇനിയും അഡ്മിഷൻ എടുക്കാത്ത ആളുകളൊക്കെ അഡ്മിഷൻ എടുക്കുക. വളരെ കൃത്യമായിട്ട്, അല്ലേ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എല്ലാ സബ്ജക്റ്റും എല്ലാ ടീച്ചേഴ്സും അവിടെ സെറ്റായിട്ടുണ്ട്, അല്ലേ. പാഠങ്ങളൊക്കെ ഓൾറെഡി തുടങ്ങി. ഇനിയും ആയിട്ട് അല്ലേ വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, സ്കൂൾ തുറന്നിട്ടൊക്കെ ജോയിൻ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്ത് എന്ത് ചെയ്യണം? നമ്മുടെ നിഞ്ച ബാച്ചിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കണം. എന്നിട്ട് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങണം. ഓക്കെ. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? ചെറിയ മഴയൊക്കെ തുടങ്ങി, അല്ലേ. സ്കൂൾ തുറക്കുന്നതിൻ്റെ ആ ഒരു അനുഭൂതിയൊക്കെ വന്നു തുടങ്ങി നമുക്ക്. അപ്പോൾ നല്ല ഒരു അക്കാഡമിക് ഇയർ ആവട്ടെ. നമുക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവുന്ന, നല്ല ഓർമ്മകൾ ഉണ്ടാവുന്ന, ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും സങ്കടപ്പെടുന്ന തരത്തിലല്ലാതെ എപ്പോഴും നമുക്ക് സന്തോഷം തരുന്ന ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ടാവുന്ന ഏറ്റവും നല്ലൊരു അക്കാഡമിക് ഇയർ, അല്ലെ. അടിച്ചും പൊളി ഒരു വർഷമാവട്ടെ എന്ന് ടീച്ചർ ആദ്യം തന്നെ ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. വീഡിയോ എന്ത് ചെയ്യണം? മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.